Hi all. എന്താണ് സ്ട്രാഡിൽസ് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയായിരിക്കും അല്ലേ? ഇൻട്രാഡേ സ്ട്രാഡിൽസ്, വീക്ക്ലി സ്ട്രാഡിൽസ്, മന്ത്ലി സ്ട്രാഡിൽസ്, ലീപ്പ് ഇയർ സ്ട്രാഡിൽസ്, ഇതിനെക്കുറിച്ചെല്ലാം നിങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ കേട്ടിട്ടുണ്ടാവും. ഓപ്ഷൻസിൻ്റെ ബേസിക്സ് കഴിഞ്ഞ് നെക്സ്റ്റ് ലെവലിലോട്ട് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ ആദ്യം കേൾക്കുന്ന വാക്കുകളാണ് സ്ട്രാങ്കിൾസ് ആൻഡ് സ്ട്രാഡിൽസ്. എന്നാൽ ഈ സ്ട്രാഡിൽസിൽ വെറുതെ ട്രേഡ് ചെയ്യുക മാത്രമല്ല, സ്ട്രാഡിൽസിൻ്റെ പ്രീമിയം ഉപയോഗിച്ചുകൊണ്ട് ചില മാർക്കറ്റ് പ്രിഡിക്ഷൻസ് സാധിക്കും. കൃത്യമായിട്ട് എങ്ങനെ ഇൻട്രാഡേ സ്ട്രാഡിൽസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ പറയുന്ന സ്ട്രാഡിലിൻ്റെ പ്രീമിയത്തിനെയാണ് നമ്മൾ സിഗ്മ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മുടെ വിന്നിംഗ് പ്രോബബിലിറ്റീനെ വരെ നിശ്ചയിക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ ഈ ഫാക്ടേഴ്സ് എല്ലാം ഒന്നിച്ച് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ സ്ട്രാഡിൽസ് വളരെ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ആരും നിങ്ങളോട് ഇതുവരെയും പറഞ്ഞു തരാത്ത ഒത്തിരി ടെക്നിക്സ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണുക. നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. എന്താണ് സ്ട്രാഡിൽസ്? നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം, രണ്ട് ടൈപ്പ് ഓഫ് സ്ട്രാഡിൽസ് ഉണ്ട്. എന്താ? ഷോർട്ട് സ്ട്രാഡിലും അതുപോലെ തന്നെ ലോങ് സ്ട്രാഡിലും. ഷോർട്ട് സ്ട്രാഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അഡ്ഡമണി ഷോർട്ട് സ്ട്രാഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ഡമണിയിലുള്ള കോളും പുട്ടിനെയും ഒരുമിച്ച് സെല്ല് ചെയ്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു ട്രേഡിനെയാണ് അഡ്ഡമണി സ്ട്രാഡിൽസ് എന്ന് നമുക്ക് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഇൻട്രാഡേ സിസ്റ്റമാറ്റിക് ട്രേഡ്സിൽ ആളുകൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത്? അഡ്ഡമണി ഇൻട്രാഡേ സ്ട്രാഡിൽസ്. അതിനുശേഷം കോളിലും പുട്ടിലും സ്റ്റോപ്പ് ലോസ് ഒക്കെ വയ്ക്കുന്ന മെത്തേഡ്സ് നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് ജസ്റ്റ് 920 സ്ട്രാഡിൽ 920 സ്ട്രാഡിൽ എന്ന് സെർച്ച് ചെയ്താൽ മതി. ഒരു 10,000-ഓളം വീഡിയോസ് നിങ്ങൾക്ക് 920 സ്ട്രാഡിലുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. പക്ഷെ അതെല്ലാ മാർക്കറ്റിലും സാധിക്കുമോ? ഇല്ല. വളരെ കൃത്യമായിട്ട് ഇൻട്രാഡേ സ്ട്രാഡിൽസ് വർക്കൗട്ട് ആകുന്ന മാർക്കറ്റുകളെ ഐഡൻറ്റിഫൈ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കണം. അതുപോലെ തന്നെ ലോങ് സ്ട്രാഡിൽസ് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ലോങ് എന്ന് പറയുന്ന എല്ലാ വേർഡുകളും, പ്രത്യേകിച്ച് ലോങ് സ്ട്രാഡിൽസ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്തെങ്കിലും ഒരു ഇവൻറ്റ് വരാനുണ്ട്. ഫോർ എക്സാമ്പിൾ ബഡ്ജറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിൻ്റെ റിസൾട്ട് ഒക്കെ വരാനുണ്ടെങ്കിൽ അതിന് തൊട്ട് മുൻപ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് എന്ത്? ലോങ് സ്ട്രാഡിൽസ് എന്ന് പറയുന്നത്. ലോങ് സ്ട്രാഡിൽസ് എന്താണ്? അഡ്ഡമണിയുടെ കോളിനെയും പുട്ടിനെയും ഒരുമിച്ച് ബൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ എയിം എന്താണ്? പ്രീമിയം ഹൈക്കാണ്. പ്രീമിയം കൂടണം. എങ്ങനെയാണ് പ്രീമിയം കൂടുക? രണ്ട് രീതിയിലാണ് പ്രീമിയം കൂടുക. ഒന്ന്, ഒരു ഷാർപ്പ് മൂവ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ ഒരു സൈഡിൽ നമുക്ക് വലിയ പ്രോഫിറ്റ്സ് കിട്ടും, അതർ സൈഡിൽ നമുക്ക് ലോസ് കിട്ടും. രണ്ടാമത്തെ മെത്തേഡ് എന്താണ്? മാർക്കറ്റ് അവിടെ തന്നെ നിൽക്കുകയും വിക്സ് മാർക്കറ്റ് വോളറ്റൈലിറ്റി ഇൻക്രീസ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ കോളിൻ്റെയും പുട്ടിൻ്റെയും പ്രീമിയം കൂടുകയും കോളിൽ നിന്നും പുട്ടിൽ നിന്നും നമുക്ക് പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യുന്ന ഒരു സെനാരിയോ ആണ് ലോങ് സ്ട്രാഡിൽസ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇവൻ്റ് ബേസ് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്? ഒരു ലോങ് സ്ട്രാഡിൽ വർക്കൗട്ട് ചെയ്യുന്നത്. സോ ഷോർട്ട് സ്ട്രാഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇൻട്രാഡേ ഷോർട്ട് സ്ട്രാഡിലിനെ കുറിച്ച് സംസാരിക്കാം. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇൻട്രാഡേ ഷോർട്ട് സ്ട്രാഡിൽ ഉപയോഗിക്കുന്നത്. എന്ത് ചെയ്യുന്നു? അഡ്ഡമണി കോളും അഡ്ഡമണി പുട്ടും ഏകദേശം 9:30 സമയത്ത് സെല്ല് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന ഇൻട്രാഡേ സ്ട്രാഡിലിൻ്റെ ടോട്ടൽ പ്രീമിയം എത്രയുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. സോ എന്ത് ചെയ്യാം? കോളിൻ്റെ പ്രീമിയം പ്ലസ് പുട്ടിൻ്റെ പ്രീമിയം ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു കോള് ഒരു 300 രൂപയും പുട്ട് ഒരു 300 രൂപ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കി? ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ ഏകദേശം റേഞ്ച് +600 -600 എന്ന് പറയുന്ന ഒരു റേഞ്ചിലാണ് എന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഈ ടോട്ടൽ പ്രീമിയത്തിന് നമുക്ക് വളരെ ഈസി ആയിട്ട് പറയുന്ന ഒരു പേരാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നിങ്ങൾ പണ്ട് മാത്തമാറ്റിക്സിൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഒക്കെ വരയ്ക്കുമ്പോൾ ഒരു ഗ്രാഫിൻ്റെ 70% സമയം അല്ലെങ്കിൽ ഒരു വോളിയം നിൽക്കുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലാണ് എന്ന് മനസ്സിലാക്കാം. അതായത് ഇന്ന് മാർക്കറ്റ് മൂവ് ചെയ്യാൻ സാധ്യതയുള്ള 70% റേഞ്ചും എന്താണ്? ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഉള്ളിൽ തന്നെയാണ് എന്ന് നമുക്ക് റീഡ് ചെയ്തെടുക്കാം. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ 40% അല്ലെങ്കിൽ 60% അല്ലെങ്കിൽ 50% ഒക്കെ ഇൻട്രാഡേ സ്റ്റോപ്പ് ലോസ് നമ്മൾ വെക്കുന്നത്. നമ്മൾ വീക്കിലി ട്രേഡിലോട്ട് വരികയാണെങ്കിൽ ഇത് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. സോ വീക്കിലി ട്രേഡിലോട്ട് വന്നു കഴിഞ്ഞാൽ വീക്കിലി നമ്മൾ ഇതേപോലെ തന്നെ എന്ത് ചെയ്യും? അഡ്ഡമണി കോളും പുട്ടും സെല്ല് ചെയ്യും. വീക്കിലി നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കാൻ സാധിക്കാത്തതുകൊണ്ട് നമ്മൾ എന്ത് കൃത്യമായിട്ട് കൊടുക്കാറുണ്ട്? അതിനെ ഹെഡ്ജ് ചെയ്തുകൊണ്ട് ഒരു അയൺ ഫ്ലൈ ആക്കി മാറ്റാം, അല്ലെങ്കിൽ അയൺ ഫ്ലൈ ആക്കി നമ്മൾ മാറ്റാറുണ്ട്. അപ്പോൾ അയൺ ഫ്ലൈയുടെ ഹെഡ്ജ് ബൈ എവിടെയാണ് കൊടുക്കേണ്ടതെന്നാണ് എല്ലാവർക്കും അറിയില്ലാത്തത്. അപ്പോൾ അഡ്ഡമണിയുടെ കോളും പുട്ടും സെല്ല് ചെയ്യുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതായത് 1 സിഗ്മയിലായിരിക്കണം നമ്മൾ എന്ത് കൊടുക്കേണ്ടത്?
നമ്മൾ ഹെഡ്ജ് കൊടുക്കേണ്ടത്. ടോട്ടൽ പ്രീമിയം എത്രയുണ്ടോ അവിടെയാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, ബൈ ലെഗ് കൊടുക്കേണ്ടത്. അങ്ങനെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 50 to 60% വിന്നിംഗ് റേറ്റിൽ ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഹൈ വിക്സ് ഉള്ളപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വലുതാകും. അതായത് വോളറ്റാലിറ്റി ഹൈ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി പ്രീമിയം കൂടുതലും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വലുതുമായിരിക്കും. അതുകൊണ്ടാണ് മാർക്കറ്റ് വലിയ റേഞ്ചിലും മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന ടോട്ടൽ പ്രീമിയം ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് വലിയ മൂവ്മെന്റ് നടത്തുമോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾക്ക് റീഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു മാർക്കറ്റിൽ വലിയ ഗ്യാപ്പ് അപ്സും വലിയ ഗ്യാപ്പ് ഡൗൺസും വരുന്ന ഒരു ദിവസങ്ങളാണ് സാധാരണ ഹൈ വോളറ്റൈലിറ്റി ഇൻട്രാഡേയിൽ കാണിക്കാറുള്ളത്. അല്ലാത്ത ദിവസങ്ങളും കാണിക്കും, ഞാൻ മെജോറിറ്റി പറയാണ്. അപ്പോൾ വലിയ ഗ്യാപ്പ് അപ്സും വലിയ ഗ്യാപ്പ് ഡൗൺസും വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇൻട്രാഡേ സ്ട്രാഡിൽസിന് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. എന്തുകൊണ്ടാണ്, നിങ്ങളുടെ സ്റ്റോപ്പ് ലോസുകൾ ഹിറ്റ് ചെയ്ത് നിങ്ങൾക്ക് വലിയ ലോസുകൾ വരാൻ സാധ്യതയുണ്ട്. സോ വീക്കിലി ട്രേഡിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ വീക്കിലി ട്രേഡിലും ഈ രീതി നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ മന്ത്ലി 1 month സ്ട്രാഡിലും 2 month സ്ട്രാഡിലും വളരെ കൃത്യമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് മെത്തേഡ്സ് കൂടി നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ചു വളരെ പ്രോഫിറ്റബിൾ ആകുന്ന ഒരു മെത്തേഡാണ്. ഇത് രണ്ടും ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്ക്രീൻ റെക്കോർഡിലൂടെ കാണിച്ചു തരാം. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ലീപ്പ് ഇയർ സ്ട്രാറ്റജിയാണ് അല്ലേ. ഇയർലി ഹൈ വിക്സ് നിൽക്കുന്ന സമയത്ത്, വിക്സ് ഒരു 20 or 25 ലെവലിൽ നിൽക്കുന്ന സമയത്ത് ഡിസംബറിൽ അങ്ങ് അകലെ ഒരു വർഷം അപ്പുറത്തുള്ള അറ്റ് ദ മണി സ്ട്രാഡിലോ അല്ലെങ്കിൽ ജസ്റ്റ് ബുള്ളിഷ് ആയിട്ടുള്ള കോളും പുട്ടും ഒന്നിച്ച് സെല്ല് ചെയ്തുകൊണ്ട് വലിയ ബെനിഫിറ്റ് എടുക്കാനായിട്ട് ട്രൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ടോട്ടൽ കളക്ട് ചെയ്യുന്ന പ്രീമിയം മോർ ദാൻ 1 lakh ആണ് അല്ലേ. അപ്പോൾ പയ്യെ 1-2 മാസം കഴിഞ്ഞ് വിക്സ് കൂൾ ഡൗൺ ആകുന്ന സമയത്ത് പ്രീമിയം കുറയുകയും വലിയ പ്രോഫിറ്റ്സ് നമുക്ക് ലീപ്പ് ഇയർ സ്ട്രാറ്റജിയിൽ കിട്ടുകയും ചെയ്യാറുണ്ട്. വളരെ പ്രശസ്തരായിട്ടുള്ള പല ഓപ്ഷൻ സെല്ലേഴ്സും ഈ പറയുന്ന ലീപ്പ് ഇയർ സ്ട്രാറ്റജീസും ഉപയോഗിക്കാറുണ്ട്. സ്ട്രാഡിൽ വീക്ക്ലി സ്ട്രാഡിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ഉപയോഗിക്കാറുണ്ട്, മന്ത്ലി സ്ട്രാഡിൽസും അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസുകൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇൻട്രാഡേ സ്ട്രാഡിലും ഉപയോഗിക്കാറുണ്ട്. ഇനി സ്ട്രാഡിലിന്റെ പ്രീമിയം എന്തൊക്കെയാണ് നമ്മളോട് പറയുന്നത് എന്നുള്ളത് ഓപ്ഷൻ ചെയിൻ വെച്ചിട്ടും ഞാൻ നിങ്ങൾക്ക് പറയാം. ഇത് നമ്മുടെ ഈ ഒരു വീഡിയോന്റെ ഫസ്റ്റ് പാർട്ടാണ്. ഇന്നത്തെ പാർട്ടിൽ ഞാൻ സ്ക്രീൻ റെക്കോർഡിൽ ഇൻട്രാഡേ സ്ട്രാഡിൽസും അതുപോലെ തന്നെ വീക്ക്ലി സ്ട്രാഡിൽസും ആണ് കവർ ചെയ്യുന്നത്. സോ ഇതിന്റെ സെക്കൻഡ് പാർട്ടിൽ ഞാൻ മന്ത്ലി സ്ട്രാഡിൽസും അതുപോലെ തന്നെ ലീപ്പ് ഇയർ സ്ട്രാഡിൽസും കവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഉറപ്പായിട്ടും വീഡിയോനെ താഴ്ത്ത് നിങ്ങളുടെ ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള മുഴുവൻ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡൗട്ട്സ് നിങ്ങൾക്ക് ചോദിക്കാൻ സാധിക്കുന്നതാണ്. സോ ഓപ്ഷൻ ബൈയിങ്ങോ ഓപ്ഷൻ സെല്ലിങ്ങോ ഉൾപ്പെടെയുള്ള ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ ഒരു കംപ്ലീറ്റ് ലേണിംഗ് കോഴ്സ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് പഠിച്ചു തീർത്ത് നല്ലൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് ട്രേഡ് ടോക്സിൻ്റെ ഒരു കംപ്ലീറ്റ് ലേണിംഗ് സീരീസിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഹായ് ഓൾ. അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സ്ട്രാഡിലിനെ കുറിച്ചിട്ടാണ്. സ്ട്രാഡിലിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം സ്ട്രാഡിലിന്റെ കമ്പൈൻഡ് പ്രീമിയം ആണ്. ഇപ്പൊ ഇവിടെ കറന്റ് ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് 41,550 അപ്പോൾ നമുക്ക് 41,500 അല്ലെങ്കിൽ 41,600 അറ്റ് ദ മണി ആയിട്ട് എടുക്കാം. ഫോർ എക്സാമ്പിൾ 41,600 എടുക്കുകയാണെങ്കിൽ എത്രയാണ് ഇവിടെ കമ്പൈൻഡ് പ്രീമിയം? 174 പ്ലസ് 144 ആണ്. അപ്പൊ എത്രയാണ്? ഏകദേശം 320 രൂപയാണ് ഇവിടുത്തെ കമ്പൈൻഡ് പ്രീമിയം എന്ന് നമുക്ക് പറയാം. 310 രൂപയാണ് നമുക്ക് ഏകദേശം പറയാൻ പറ്റും. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഗ്രാഫിലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ്? 310 പോയിന്റ് ആണ്. നമുക്കതിനെ ഇങ്ങനെ കൂടി പറയാം, ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന്, ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മുകളിലോട്ട് ഒരു 320 പോയിന്റ് മുകളിലോട്ടും 320 പോയിന്റ് മുകളിലോട്ടും അതുപോലെ തന്നെ 320 പോയിന്റ് താഴ്ത്തോട്ടും മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിന്റെ റേഞ്ച് ഈ പറയുന്ന 320 പോയിന്റുകൾക്കിടെ ഉള്ളിലാണ്. അല്ലെങ്കിൽ ഇതാണ് മാർക്കറ്റിന്റെ 70% മൂവ്മെന്റ് നടക്കാൻ സാധ്യതയുള്ള ഒരു റീജിയൻ എന്ന് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സ്ട്രാഡിൽ പ്രീമിയത്തിന്റെ ആദ്യത്തെ കാര്യം. അപ്പൊ എന്താണ് അതിന്റെ ഗുണം? ഇവിടെ ഒരു സ്ട്രാഡിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് മാർക്കറ്റ് ഈ റേഞ്ച് വരെ പോയാലും ലോസ് ഇല്ല, ഈ ഒരു റേഞ്ച് വരെ പോയാലും ലോസ് ഇല്ല. ഇതാണ് സ്ട്രാഡിലിന്റെ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സിഗ്മ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് നമുക്ക് പറയാം. ഇത് നമുക്ക് നേരെ സെൻസിബിളിൽ വന്നിട്ട് നമുക്കൊരു സ്ട്രാഡിൽ ക്രിയേറ്റ് ചെയ്യാം ബാങ്ക് നിഫ്റ്റിയിൽ. അപ്പോൾ ആദ്യം സെൻസിബിളിൽ നിങ്ങൾക്ക് 1 month ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. നിങ്ങൾ ടെലിഗ്രാം ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ ടെലിഗ്രാം യൂസ് ചെയ്യാം. അപ്പോൾ 41,600 എന്ന് പറയുന്ന സ്പോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്ട്രാഡിൽ ഞാൻ മാർക്കറ്റ് അവേഴ്സിലാണ് ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റ് അതനുസരിച്ച് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ബ്രേക്ക് ഈവൺ ആണ് മാർക്കറ്റിന്റെ റേഞ്ച് ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഏകദേശം
56% ഉണ്ട്. ചില സമയത്ത് അത് 65, 60, 70% പോകാറുണ്ട്. അപ്പോൾ ഈ രീതിയിൽ തന്നെയാണ് നമ്മളൊരു ഇൻട്രാഡേ സ്ട്രാഡിൽ കൂടി നമ്മളിപ്പോൾ ചേർന്നത്. നമ്മൾ ഓൾറെഡി ഇൻട്രാഡേ സ്ട്രാഡിലെ വീഡിയോ ഒക്കെ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കറക്റ്റ് ഒരു 9:20 രാവിലെ മറ്റേ തുടക്കം പറഞ്ഞതുപോലെ തന്നെ 9:20 അറ്റ് മണി കോളും അറ്റ് മണി പുട്ടും നമ്മൾ സെല്ല് ചെയ്യുന്നു. ഇപ്പൊ പ്രീമിയം എത്രയുണ്ട്? 143 and 174 ആണ്. അപ്പൊ നമ്മൾ 40 to 50% സ്റ്റോപ്പ് ലോസ് വെക്കുക. എത്രയാണ്? 143യുടെ 50% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 143 ഇൻറ്റു 1.5 എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഏകദേശം 214 രൂപയാണ് എത്ര നമ്മുടെ കോളിന്റെ സ്റ്റോപ്പ് ലോസ്. പുട്ടിന്റെ സ്റ്റോപ്പ് ലോസ് വരുമ്പോഴോ 174 ഇൻറ്റു 1.5 എത്രയാണ്? 261. അപ്പോൾ കോളിലും പുട്ടിലും നമുക്ക് കൃത്യമായിട്ട് ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ഈ ട്രേഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഇൻട്രാഡേയിൽ. നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയ ഗ്യാപ്പ് അപ്സോ വലിയ ഗ്യാപ്പ് ഡൗൺസോ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ ഒരു ഇവന്റ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ വിക്സ് റൈസ് ചെയ്യുന്ന മാർക്കറ്റിൽ, വിക്സ് ഇൻക്രീസ് ചെയ്യുന്ന മാർക്കറ്റിൽ ഒരിക്കലും നമ്മൾ ഇൻട്രാഡേ സ്ട്രാഡിൽസ് ട്രൈ ഔട്ട് ചെയ്തത്. മറിച്ച് എന്തായിരിക്കണം? വിക്സ് ഫാള് ചെയ്യുന്ന മാർക്കറ്റ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബഡ്ജറ്റ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീക്ക് ഒക്കെ എന്ത് ചെയ്യാണ്? വിക്സ് ഫാള് ചെയ്യണം. അപ്പൊ നമുക്ക് ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും. അത് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. ഇപ്പൊ വീക്കിലി സ്ട്രാഡിലാണെങ്കിലും ഇൻട്രാഡേ സ്ട്രാഡിലാണെങ്കിലും ഇതാണ് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കുന്നത്. വിക്സ് എപ്പോഴും ഫാളിങ് ചെയ്യുന്ന മാർക്കറ്റിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ നമ്മുടെ സ്ട്രാഡിൽ സ്ട്രാറ്റജി സെറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇനി നമുക്ക് വീക്കിലി ചെയ്യാനായിട്ട് എപ്പോഴും ഫ്രൈഡേസോ അല്ലെങ്കിൽ വെനസ്ഡേസോ നമുക്ക് ട്രേഡ് എൻട്രീസ് എടുക്കാനായിട്ട് ശ്രമിക്കാം. കൃത്യമായിട്ട് ഹെഡ്ജ് കൊടുക്കുക. ഇപ്പൊ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ഒരു 400 to 500 പോയിന്റ്സിന്റെ ഹെഡ്ജ് കൊടുക്കുക. ഇപ്പൊ ഇവിടെയാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. നമുക്കൊരു 500 പോയിന്റ്സ് ഹെഡ്ജ് കൊടുക്കാം. 41,100 അതുപോലെ തന്നെ 42,200 ഇവിടെ ഈ രീതിയിൽ കൊടുക്കുമ്പോൾ നമുക്ക് ഏകദേശം ഈക്വൽ റിസ്ക് റിവാർഡ് 1:1 റിസ്ക് റിവാർഡിൽ നമുക്ക് ട്രേഡ് എടുക്കാം. IV കൂടുന്ന സമയത്ത് ഹെഡ്ജിന്റെ ഡിസ്റ്റൻസ് നമുക്ക് കൂട്ടി വെക്കാൻ പറ്റും. കാരണം എന്തുകൊണ്ടാണ്? വോളറ്റൈലിറ്റി കൂടുതലുള്ളതുകൊണ്ട് പ്രീമിയം കൂടുതൽ കിട്ടും. അപ്പൊ എന്ത് പറ്റും? നമുക്ക് ഈ പറയുന്ന ഡിസ്റ്റൻസും കൂടുതൽ വെച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വീക്കിലി ഫ്ലൈസും അതുപോലെ തന്നെ ഇൻട്രാഡേ സ്ട്രാഡിൽസും വളരെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ്. ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെന്റുകളോ എക്സ്ട്രാ സെല്ലുകളോ റെഫറൻസ് ട്രേഡുകളോ ചെയ്തുകൊണ്ട് ഇത് പ്രോഫിറ്റബിൾ ആയിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. എപ്പോഴും ഒരു 1 lakhന് എബോവ് വെച്ചിട്ട് മാത്രം വീക്കിലി ഫ്ലൈസ് എൻ്റർ ചെയ്യുക. എബോവ് 1 lakh 50,000 രൂപ മതിയെങ്കിലും ഒരു എബോവ് 1 lakh വെച്ചിട്ട് ക്യാപിറ്റൽ വെച്ചിട്ട് എപ്പോഴും നമ്മൾ വീക്കിലി ഫ്ലൈസ് ചെയ്യുക. ഇൻട്രാഡേ ആണെങ്കിൽ എപ്പോഴും ഒരു 1.5 lakhs വെച്ചിട്ട് മാത്രം ഇൻട്രാഡേ സ്ട്രാഡിൽസും ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ ഇത്രയാണ് നമ്മൾ മേജറായിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അതുപോലെ തന്നെ മന്ത്ലി സ്ട്രാഡിലും ലീപ്പ് ഇയർ സ്ട്രാഡിലും എങ്ങനെയാണ് അതെങ്ങനെ മാനേജ് ചെയ്യാം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയിൽ ആഡ് ചെയ്യുന്നതാണ്. ഇൻട്രാഡേ സ്ട്രാഡിലും വീക്ക്ലി സ്ട്രാഡിലും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരിക്കുന്നത്. നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ഇവിടെ വരെ കണ്ടല്ലോ, സൂപ്പറാണ് നിങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഈ ആഴ്ച അവസാനം തന്നെ നമുക്ക് രണ്ടാമത്തെ പാർട്ട് കൂടി നിങ്ങളുടെ മുൻപിലേക്ക് അവതരിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.